കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിൽ ഒരു വലിയ പ്രശ്നം ഇങ്ങനെ പുകയുകയാണ്. പെട്രോൾ പമ്പിൽ പോയാൽ വണ്ടി കത്തുമോ, എൻജിൻ തകരുമോ, അയ്യോ എൻ്റെ വണ്ടി പണി പാളിയോ എന്ന് ചോദിച്ച പരിഭ്രമിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ. ഭയത്തിൻ്റെ ഒരു കരിനിഴൽ വീഴ്ത്തി ആളുകളെ പേടിപ്പിച്ചു നിർത്താൻ ഒരു പ്രത്യേക ലോബി തന്നെ രംഗത്തുണ്ട്. ഇവർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏത് വിഷയത്തിലും ഒരു ഗൂഢാലോചന തിരയുന്ന, ഇന്ത്യയുടെ വികസനത്തെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ചില അസൂയാലുക്കൾ. എന്താണ് ഈ എഥനോൾ വിവാദം? എന്തിനാണ് ഇവർ ഇത്രയും ഭയപ്പെടുത്തുന്നത്? ഇതിന് പിന്നിലെ സത്യം എന്താണ്? എൻജിൻ തകരാറിലാണോ അതോ ഇവരുടെ ബുദ്ധിയാണോ തകരാറിലായത്? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഇതൊന്ന് തുറന്ന് പരിശോധിക്കുകയാണ്. മോദി സർക്കാരിനെതിരെ ഇവർ എന്തിനാണ് ഇത്രയും വിഷം ചീറ്റുന്നത് എന്ന് ഇതിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ചരിത്രമാണ്. എഥനോൾ ബ്ലെൻഡിംഗ് അഥവാ EBP പ്രോഗ്രാം തുടങ്ങിയത് 2003 അടൽ ബിഹാരി വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതിയുടെ തുടർച്ചയാണ്. 2007 കോൺഗ്രസ് സർക്കാർ ഇത് വിപുലീകരിച്ചു. അന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞത് മദ്യം കുറച്ചു കുടിക്കൂ, ഞങ്ങൾക്ക് പെട്രോളിൽ കലർത്താനാണെന്നാണ്. അന്ന് അവർക്ക് ഇതൊക്കെ വലിയ വികസനമായിരുന്നു, വലിയ കാര്യമായിരുന്നു. പക്ഷേ ഇന്ന് അതേ പദ്ധതി മോദി സർക്കാർ അത്യാധുനിക രീതിയിൽ ശാസ്ത്രീയമായി നടപ്പിലാക്കുമ്പോൾ മാത്രം എന്തു പറ്റി? പെട്ടെന്ന് അവർക്ക് ഇത് പ്രശ്നമായി. അന്ന് രാജ്യ താല്പര്യം പ്രസംഗിച്ചവർ ഇന്ന് മോദിയെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഇതിനെതിരെ തിരിയുന്നു. എന്ത് ഇരട്ടത്താപ്പാണിത്? സ്വന്തം പാർട്ടി ഭരണത്തിൽ വന്നപ്പോൾ ശരിയായ കാര്യം ഇപ്പോൾ അത് പ്രധാനമന്ത്രി മോദി ചെയ്യുമ്പോൾ മാത്രം അത് തെറ്റാകുന്നത് എങ്ങനെ? ഇതാണോ നിങ്ങളുടെ രാജ്യസ്നേഹം? ഇനി സാങ്കേതിക വശങ്ങളിലേക്ക് വരാം. 2017 മുതൽ മോദി സർക്കാർ എഥനോൾ കലർത്തുന്നുണ്ട്. 9 വർഷമായി ഇന്ത്യയിലെ കോടിക്കണക്കിന് വാഹനങ്ങൾ ഇത് ഉപയോഗിക്കുന്നു. ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടായോ? എവിടെയെങ്കിലും ഒരു വണ്ടി എഥനോൾ കാരണം പൊട്ടിത്തെറിച്ചതായി വാർത്തയുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ ബഹളം? 2 ലക്ഷം കോടി രൂപയാണ് ഈ പദ്ധതി വഴി ഇന്ത്യ ലാഭിച്ചത്. ആ പണം എങ്ങോട്ടാണ് പോകുന്നത്? രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി. പരിസ്ഥിതിക്ക് ദോഷകരമായ കാർബൺ മോണോക്സൈഡ് പുറന്തള്ളൽ കുറയ്ക്കാൻ ഈ തീരുമാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കരയുന്നവരോട് ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ ഇതിന് പ്രീമിയം കൂട്ടുന്നില്ല? എന്തുകൊണ്ട് കമ്പനികൾ വണ്ടി കത്തുന്നു എന്ന് പറഞ്ഞ് വാറന്റി റദ്ദാക്കുന്നില്ല? എന്തുകൊണ്ട് സർവീസ് സെന്ററുകളിൽ ഇതിന്റെ പേരിൽ അമിത ചാർജ് ഈടാക്കുന്നില്ല? കാരണം അവർക്കറിയാം ഇതൊരു സാധാരണ ശാസ്ത്രീയ മാറ്റമാണെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ മാത്രം ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്? നിങ്ങളൊക്കെ കോടതിയിൽ പോയി മോദിയെ പഴിചാരാൻ കാണിക്കുന്ന ആ വലിയ താല്പര്യം ഈ വിഷയത്തിൽ കാണിക്കാത്തതെന്താണ്? ലോകത്ത് 60-ലധികം രാജ്യങ്ങൾ എഥനോൾ ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയും ബ്രസീലും ചൈനയും കാനഡയും ഒക്കെ ഇതിലും ഉയർന്ന ശതമാനം കലർത്തുന്നു. അവിടെയുള്ള പൗരന്മാർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ ചിലർക്ക് മാത്രം? കാരണം അവർക്ക് അവരുടെ രാജ്യത്തിന്റെ വളർച്ചയാണ് വലുത്. നമ്മൾക്ക് ചോറ് ഇവിടെ കൂറ് അവിടെ എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾ ഈ വിമർശിക്കുന്ന രാജ്യങ്ങളും ചൈനയും ഒക്കെയാണ് എഥനോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവിടെ ഒന്നുമില്ലാത്ത പ്രശ്നം ഇവിടെ വരുത്തുന്നത് ആരുടെ അജണ്ടയാണ്? ഇനി ഗഡ്കരിയുടെ വകുപ്പല്ല ഇതെന്നോ ഹർദീപ് പുരിയുടെ വകുപ്പാണെന്നോ ഒക്കെ പറഞ്ഞ് തർക്കിക്കുന്നവർ മനസ്സിലാക്കുക, ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഇന്ത്യയെ ഊർജ്ജ രംഗത്ത് സ്വയം പര്യാപ്തമാക്കാൻ എടുക്കുന്ന വലിയൊരു തീരുമാനമാണ്. അത് കേവലം ഒരു വകുപ്പിന്റെ തീരുമാനമല്ല, ഒരു രാജ്യത്തിന്റെ കുതിപ്പാണ്. സത്യം ഇതാണ് സുഹൃത്തുക്കളെ. വികസനത്തിനെ ഭയക്കുന്ന, മാറ്റങ്ങളെ വെറുക്കുന്ന ചിലർ നടത്തുന്ന ആസൂത്രിതമായ നാടകമാണിത്. വണ്ടി കത്തുന്നു എന്ന് പറഞ്ഞ് കരയുന്നവർക്ക് വേണ്ടത് വണ്ടിയല്ല, മറിച്ച് പ്രധാനമന്ത്രി മോദിയെ എങ്ങനെയും ഒന്ന് താഴ്ത്തിക്കെട്ടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ്. അത് തടയാൻ ആർക്കും കഴിയില്ല എന്നതാണ് സത്യം. ഇനി ഒരു കാര്യം കൂടി വ്യക്തമായി പറയട്ടെ, ഒരു രാജ്യം വളരുമ്പോൾ, അത് സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോൾ അവിടുത്തെ പൗരന്മാർക്ക് അത് അഭിമാനമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ചിലർക്ക് പ്രധാനമന്ത്രി മോദി സർക്കാർ എന്ത് നല്ലത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിച്ചേ തീരും. ചോദ്യം ചോദിക്കുന്നത് തെറ്റല്ല, പക്ഷേ അജണ്ട വെച്ച ചോദ്യം ചോദിക്കുന്നത് രാജ്യദ്രോഹത്തിന് തുല്യമാണ്. ഈ പെട്രോൾ പമ്പുകളിൽ പോയി ഇവർ നടത്തുന്ന ഡ്രാമയുണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇവർക്ക് എഥനോളിനോടല്ല ദേഷ്യം, ഇന്ത്യയുടെ കുതിപ്പിനോടാണ്. പെട്രോളിൽ എഥനോൾ കലർത്തിയാൽ എൻജിൻ കേടാകുമെന്നത് ഒരു ശാസ്ത്രീയമായ പ്രശ്നമല്ല, മറിച്ച് ഇവരുടെ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ വൈറസാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തുകൊണ്ട് ഈ വിമർശകർ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യ മനസ്സിലാക്കി കൊടുക്കുന്നില്ല? പകരം എന്തുകൊണ്ട് അവരെ പേടിപ്പെടുത്തുന്നു? കാരണം ജനങ്ങൾ അറിവ് നേടുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് വേണ്ടത് ഒരു ബഹളമാണ്, ഒരു കലഹമാണ്.
അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങൾ കേൾക്കുന്നതെല്ലാം സത്യമല്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഓരോ പോസ്റ്റിനു പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകാം. സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ നിങ്ങളും തയ്യാറാവണം. ആരും നിങ്ങളെ ഭയപ്പെടുത്താൻ അനുവദിക്കരുത്. എഥനോൾ ബ്ലെൻഡിംഗ് എന്നത് ഇന്ത്യയുടെ വരുംകാല ഊർജ ആവശ്യങ്ങൾക്കുള്ള പരിഹാരമാണ്, അല്ലാതെ നിങ്ങളുടെ വാഹനങ്ങളെ തകർക്കാനുള്ളതല്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കുമ്പോൾ അതിനെ എതിർക്കുക എന്നത് ഇവരുടെ പതിവ് പരിപാടിയാണല്ലോ. ഇതിൽ പുതിയതായി ഒന്നുമില്ല. പക്ഷേ ഒരു ചോദ്യം, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി സ്വന്തം ജനങ്ങൾക്ക് ആപത്തുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു തുള്ളി പെട്രോൾ പോലും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരാത്ത ഊർജ്ജ രംഗത്ത് ഇന്ത്യയെ ലോകത്തെ ഒന്നാമതാക്കാൻ പരിശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്വന്തം നാട്ടുകാരുടെ വണ്ടി തകർക്കാൻ നോക്കുമോ? ഒരിക്കലുമില്ല. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ അദൃശ്യമായ തടസ്സങ്ങൾ മാറ്റാൻ മോദി സർക്കാർ പരിശ്രമിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ കള്ളപ്രചാരണങ്ങളുമായി ഇറങ്ങുന്നവരാണ് യഥാർത്ഥത്തിൽ നാടിന് ആപത്ത്. ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പദ്ധതി കൊണ്ട് ഇന്ത്യക്ക് എത്ര കോടി രൂപ ലാഭമുണ്ടായെന്ന്? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പരിസ്ഥിതിക്ക് ഇത് എത്രമാത്രം ഗുണകരമാണെന്ന്? ഇല്ല. കാരണം അവർക്ക് വേണ്ടത് വികസനമല്ല, കുറ്റം കണ്ടുപിടിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് മാത്രമാണ്. എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കും? പ്രധാനമന്ത്രി മോദിയെ എതിർക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇന്ത്യയുടെ വികസനത്തെ തന്നെ തടയാൻ ശ്രമിക്കുന്നത്? ജനങ്ങൾ ഇന്നെല്ലാം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഈ കുറ്റം കണ്ടുപിടിക്കൽ നിർത്തിയിട്ട് നാടിന്റെ നന്മയ്ക്കായി എന്തെങ്കിലും ചെയ്യാൻ സമയം കണ്ടെത്തൂ എന്നാണ് ജനങ്ങളും പറഞ്ഞു തുടങ്ങുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2003 അടൽ ബിഹാരി വാജ്പേയി സർക്കാർ വളരെ ദീർഘവീക്ഷണത്തോടെ തുടങ്ങിയ ഒരു പദ്ധതിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയെ ഇന്ധന മേഖലയിൽ സ്വയം പര്യാപ്തമാക്കുക എന്നതായിരുന്നു അന്ന് ലക്ഷ്യം. വർഷങ്ങളോളം ആ പദ്ധതി ഫയലുകൾക്കുള്ളിൽ മരവിച്ച് കിടന്നു. അത് പൊടി തട്ടിയെടുത്ത് അതങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമാക്കാമെന്ന് ചിന്തിച്ച് വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചപ്പോൾ അവിടെയാണ് ഈ വിമർശകരുടെ കൂരുപൊട്ടുന്നത്. ആഗോളതലത്തിൽ നോക്കിയാൽ അമേരിക്കയും ബ്രസീലും ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ഇതിലും വളരെ നേരത്തെ തന്നെ ഈ പാതയിൽ സഞ്ചരിച്ച് വിജയിച്ചവരാണ്. അവർക്കൊന്നും ഒരു എഞ്ചിൻ പ്രശ്നമോ അതോ വണ്ടി കത്തുന്നതോ ആയ പരാതികളില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ വിമർശക ലോബിക്ക് മാത്രം എന്താണ് ഇത്ര വലിയ പ്രശ്നം? സ്വന്തം രാജ്യത്തെ ഒരു പദ്ധതി വിജയിക്കുമ്പോൾ അഭിമാനിക്കാൻ കഴിയാത്തവരാണോ ഇവർ? വിദേശ രാജ്യങ്ങളിൽ പൗരന്മാർ അവരുടെ സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ ഇവിടെ ഇവർ ഓരോ തുരുമ്പും കുത്തിപ്പൊക്കി ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുകയാണ്. വണ്ടി കത്തുന്നു എന്ന് പറഞ്ഞ് ഭീതി പരത്തുന്നവർ ഒന്ന് ഓർക്കുക, ശാസ്ത്രീയമായി ഇത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. പുറം രാജ്യങ്ങളില്ലാത്ത എന്ത് വിചിത്രമായ ഭൗതിക ശാസ്ത്രമാണ് ഈ ഒരു കേരളത്തിൽ മാത്രം ഈ പെട്രോൾ പമ്പുകളിൽ നടക്കുന്നത്. വികസനം വരുമ്പോൾ അത് തടയാൻ നോക്കുന്നവർ ചരിത്രം നിങ്ങളെ ഒരു കാലത്തും മാപ്പ് നൽകില്ല എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഈ വിമർശകർക്ക് നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ കാണുമ്പോൾ ഒരു വല്ലാത്ത അസഹിഷ്ണുതയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിലും വാഹനങ്ങളിലും വിദേശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇന്ത്യ സ്വന്തമായി ഒരു സാങ്കേതിക വിദ്യ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത്? സത്യം ഇതാണ്, നിങ്ങൾക്ക് പ്രശ്നം എഥനോളല്ല, മറിച്ച് ഇന്ത്യയുടെ വളർച്ചയാണ്. അസ്വസ്ഥത നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് തടസ്സം വരുന്നു എന്നതാണ്. പക്ഷേ കാലം മാറിയിരിക്കുകയാണ്. ഇന്റർനെറ്റിന്റെ കാലത്ത് നുണകൾ പടച്ചുവിടുന്നത് എളുപ്പമാണ്. പക്ഷേ അത് തിരിച്ചറിയാൻ ജനങ്ങൾക്കിപ്പോൾ കഴിവുണ്ട്. മോദി സർക്കാരിന്റെ ഓരോ ചുവടുവെപ്പും ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്കാണ് നയിക്കുന്നത്. പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് കൊണ്ട് ഇന്ത്യയുടെ വിദേശ നാണ്യം ലാഭിക്കുന്നു, പരിസ്ഥിതി ശുദ്ധമാകുന്നു. ഇതിനെ എതിർക്കുന്നവർ സ്വയം ചോദിക്കുക, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഇന്ത്യക്ക് വേണ്ടിയോ അതോ ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് വേണ്ടിയോ? എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.